തീർച്ചയായിട്ടും ഒരു തവണ ജയിലിൽ കിടന്ന് വന്ന ആളാണ്. വീണ്ടും കോടതിയെയും നിയമവ്യവസ്ഥയും ആ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തൊരു വൃത്തികേടാണെന്ന് ആലോചിച്ച് നോക്ക്. ഈ രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ദൃശ്യത, ഒരു സ്പേസ് കൊടുത്തതും എല്ലാ മാധ്യമങ്ങളും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് സ്പേസ് കൊടുത്തു. കാരണം അവര് വലതുപക്ഷ ബ്രാഹ്മണ ആക്ടിവിസ്റ്റ്, സവർണ ബ്രാഹ്മണ ആക്ടിവിസ്റ്റ് ആണെന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വന്ന ആൾക്കാരെ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് സ്പേസ് കൊടുത്തു. അപ്പോ പുള്ളി അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്നു. ആ സ്പേസ് എല്ലാം ഇത്തരത്തിലുള്ള സമൂഹത്തിനെ പിന്നെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്കാണ് ഈ സ്റ്റേറ്റ്മെന്റുകളും ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ അദ്ദേഹം ചെയ്തിരുന്നത്. വളരെ വൃത്തികേടാണ്. ഞാൻ ആ അതിജീവിത എന്നുള്ളതിന് പകരം വേറൊരു വളരെ മോശം പരാമർശം ആയിട്ട് ഞാൻ ഇവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചത് കണ്ടു. അപ്പൊ ഒരാളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് നൂറുകണക്കിന് ആൾക്കാർ, ഓരോന്നിൽ 1700 കമന്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അത്രയും മനുഷ്യർ നെഗറ്റീവ് കമന്റ്സ് ആണ് ഈ അതിജീവിതയെ കുറിച്ച് ഇട്ടിരിക്കുന്നത്. അവരുടെ വിഷയം, അവരുടെ പെയിൻ, അവരുടെ നഷ്ടം അവർക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. നമുക്ക് ആർക്കും അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും ഒരു വളരെ മോശം മാനസികാവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ടുപോകാനായി ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞ ഈ രാഹുൽ ഈശ്വർ ഒന്നും സ്പേസ് കൊടുക്കരുത്. ഈ സമൂഹത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? അയാൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അയാൾക്കിങ്ങനെ പറഞ്ഞ് ഇവരുടെ കൂടെ ഒരു അസോസിയേഷൻ ഉണ്ട്, മെൻസ് അസോസിയേഷനൊക്കെ ഉണ്ട്. ഇവരാണ് ഇങ്ങനെ എത്ര തെറികൾ, പുളിച്ച തെറികൾ ആരും ഉപയോഗിക്കൂല. അത്രയ്ക്ക് മോശം കമന്റ്സ് ഒക്കെയാണ് അതിനകത്ത്. ഇവരുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കുന്ന രീതിയിലൊക്കെയാണ് ഓരോ കമന്റുകളും അതിനകത്ത്. ശരിക്കും കാണുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ മനപ്രയാസം തോന്നിപ്പോ. നമ്മുടെ സമൂഹം ഇരുട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഈ രാഹുൽ ഈശ്വറൊക്കെ ഈ കുറെ പുരുഷന്മാരെ മിസ്ഗൈഡ് ചെയ്ത് ഇരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ മുമ്പോട്ടേക്കാണ് സഞ്ചരിക്കേണ്ടത്. അതിന് പകരം ഇവരൊക്കെ പഴയ സതി ചർച്ചയൊക്കെ, സതിയുടെ കാലമൊക്കെ കൊണ്ടുവരാൻ തിരിച്ചു നോക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം എല്ലാ മനുഷ്യനും തുല്യത വേണം, എല്ലാവർക്കും നല്ലതായിട്ടിരിക്കണം, എല്ലാവർക്കും നിയമ പിന്തുണ കിട്ടണം, നീതി ഇവിടെ നടപ്പിലാകണം. പക്ഷെ അതിന് ഇത്തരം വഴികൾ, ഒരാളെ അപമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവർ ഇരയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടോ ഇവര് വ്യാജ അതിജീവിതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടോ അല്ല ഇതിന് അവര് തെളിയിക്കേണ്ടത്. ഇവര് പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ ആ തെറ്റിനെ പ്രൂവ് ചെയ്യാണ് വേണ്ടത്. പകരം ഇങ്ങനെ പറഞ്ഞു ഒരു മനുഷ്യനെ പിന്നെ മാനസികമായിട്ട് തകർക്കണം. അത് സമൂഹത്തെ എത്ര ബാധിക്കുന്നറിയാവോ? ഇതൊരു സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. മുമ്പൊന്നും ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഈ രാഹുൽ ഈശ്വറൊക്കെ മെൻസ് അസോസിയേഷനൊക്കെ ഇറങ്ങി തുടങ്ങിയ പിന്നെയാണ് ഇത്രയും സമൂഹത്തിലൊരു പിന്നെ മോശം മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് നിർത്തണം. ഞാൻ വിചാരിക്കും രാഹുൽ ഈശ്വറിന് ഇത്രയും നല്ലൊരു ഭാര്യയുണ്ട്, ദീപന്റെ സുഹൃത്തും കൂടിയുണ്ട്, എങ്ങനെ ഇതൊക്കെ എലോ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ പാർട്ട്ണറെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തിരുത്തത്തില്ലേ? അത്രയും പോലും ഇവരൊക്കെ തമ്മിൽ തിരുത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും ഈ അതിജീവിതയ്ക്ക് ഇതുപോലെ അധിക്ഷേപിക്കുമ്പോൾ ആ വീട്ടിലൊരു സ്ത്രീയുണ്ട്, അവരെന്തുകൊണ്ട് തിരുത്തുന്നില്ല? അത് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ ഏതോ ഒരു ഭരണഘടനാ വിരുദ്ധ പ്രദേശത്ത് ജനിച്ചു വളർന്ന് ജീവിച്ച പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതിപ്പോൾ ഈ അപേക്ഷ സ്വീകരിച്ച ശേഷം കോടതി ഒരുപക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് പരിശോധിച്ച ശേഷമാവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവുക. ഈ രാഹുലിനോട് സംസാരിക്കുമ്പോൾ രാഹുൽ പറയുന്നത് നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്, ഈ ഇത്തരം കേസുകൾ, വ്യാജ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പുരുഷന്മാരെ വ്യാജ കേസിൽ അകത്തിടാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതൊക്കെയാണ്. ശരിയാണ്, ഇതിനു മുൻപും ഏതെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടാവും, പുരുഷന്മാരെ മോശമായി പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യാജ കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇതൊരു കോടതിയുടെ മുൻപാകെ നിൽക്കുന്നൊരു വിഷയമാണ്. ഒപ്പം തന്നെ ഒരു MLA ആണ് ഇതിൻ്റെ ഒരു പ്രതി. അത്തരത്തിലൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ സീരിയസ് ആയ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണിത്. ഇനിയും എന്തിനാ അതിജീവിത, നേരത്തെ പറഞ്ഞതുപോലെ ഈ അതിജീവിതയെ എന്തിനാണ് ഇനി അധിക്ഷേപിക്കുന്നത്? അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇനിയും എന്തിനാണ് ഇവരെ, ഈ അതിജീവിതയെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. രാഹുൽ ഈശ്വർ വിചാരിക്കുന്നത് ഇപ്പൊ സർക്കാരോ കേന്ദ്ര സർക്കാരൊക്കെ ഇപ്പൊ മെൻസ് അസോസിയേഷൻ കൊണ്ടുവരും, അപ്പൊ അതിന്റെ ചെയർമാനായിട്ട് ബോർഡും വെച്ച് പോകാന്നുള്ള ഒരു പദവിയെങ്കിലും രാഹുലിന് കിട്ടും എന്നുള്ള രീതിയിലാണ്. രാഹുൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള വിവാദ കേസുകളിൽ മാത്രമേ ഇടപെടാറുള്ളൂ.
ഇവിടെ എത്രയോ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ മുറിവേറ്റ പുരുഷന്മാരുണ്ട്. അവരെടുത്തൊന്നും ഇവർ പോകുന്നില്ലല്ലോ. ഒരാളെ കുത്തിക്കൊന്നാല്, അവരെ അനാവശ്യമായി മർദ്ദിച്ചാല് അതൊന്നും ചോദിക്കാൻ ഇവർ പോകത്തില്ല. അനാവശ്യ കേസുകൾ ഉൾപ്പെടുത്തിയാലൊക്കെ ഇവർ ചോദിക്കാൻ പോകത്തില്ല. ഇങ്ങനെ അവര് ഇങ്ങനെ ഒരു വിവാദമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മാത്രം ഇടപെടും. കാരണം മീഡിയ പബ്ലിസിറ്റി കിട്ടണം, പിന്നെ കാശുള്ളവരായിരിക്കണം. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ, അതുപോലെ തന്നെ അങ്ങനെ കാശുള്ളവരുടെയും മാത്രം കേസുകളിൽ മാത്രമേ ഇവരൊക്കെ ഇടപെടാറുള്ളൂ. ഇതൊക്കെ ഇവർക്ക് ഇതിനകത്ത് എന്താണ് നേട്ടം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ശബ്ദിക്കുന്നു, സംസാരിക്കുന്നു എങ്കിൽ നമ്മൾ ഈ പൊതു നിയമങ്ങളെങ്കിലും നമ്മൾ പാലിക്കണ്ടേ? ഒരു പൊതു നിയമങ്ങളെങ്കിലും പാലിക്കണ്ടേ? ഇവര് ആണുങ്ങൾക്ക് വേണ്ടി വാദിച്ചോട്ടെ. നമ്മളുടെ അടുത്തൊക്കെ എത്രയോ പുരുഷന്മാർക്ക് എത്രയോ വിഷയങ്ങളുമായിട്ട് വരുന്നവരാണ്. അത് നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള മനുഷ്യരും വരുന്നില്ലേ? നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ ഇടപെടുന്നു, അത് എത്രയോ പേരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അതൊന്നുമല്ല കാര്യം. ഇവരൊരു പ്രത്യേക സാമ്രാജ്യം ഉണ്ടാക്കാൻ നോക്കുവാണ്. ഈ ഗ്രൂപ്പുകളിലുള്ളത് മുഴുവൻ പോക്സോ കേസിലേക്ക് പ്രതികളാണ്. അവരൊക്കെ കൂടിയിട്ടാണ് ഈ അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ഫ്രസ്ട്രേഷൻ തീരുവോളം തെറിവിളിയും ബഹളവും അതിനകത്തൊന്നും നമുക്കൊന്നും ഒരു കമന്റ് പോലും വായിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. അത്രയ്ക്ക് നമ്മൾ വിചാരിക്കും ഇങ്ങനെയും ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരുണ്ട്, ഇവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ ഇവർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ സ്വന്തമായിട്ട് ഇവരൊരു മെൻസ് അസോസിയേഷൻ തുടങ്ങി അങ്ങ് മാറിപ്പോയിരുന്നു ഇവരുടേതായിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കട്ടെ എന്നാണ് ഇവനോടൊക്കെ അങ്ങനെ പറയാനുള്ളൂ. അത്രയും മോശമായിട്ടാണ് ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ പ്രകടനം. ഇത് സമൂഹത്തിന് ഗുണപ്പെടുന്നതല്ല, ഒരു കാരണവശാലും മനുഷ്യന് ഗുണപ്പെടുന്നതല്ല. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് കർശന നിയമ നടപടികൾ രാഹുലിനെതിരെ സ്വീകരിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.